പുഞ്ചിരിക്കുന്ന പല മുഖങ്ങളെയും ഒന്ന് അടുത്തറിയാൻ നോക്കിയാൽ ചിലരൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കാം, ആർക്കും ആവശ്യമില്ല, എന്ത് ചെയ്താലും കുറ്റം മാത്രം, എത്രയൊക്കെ പണി ചെയ്താലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി പറയും, ഒരു ഉപകാരവുമില്ല. അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ചില ജീവിതങ്ങളോട് ഈശോ പറയുകയാണ്. ജെറമിയ 30:11 നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. വീണ്ടും പറയുകയാണ് ജെറമിയ 31:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇത്രയും ഗ്യാരണ്ടി തരുന്ന വാക്കുകൾ വേറെ ആരെങ്കിലും പറയുമോ? അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, നിന്റെ എല്ലാ സങ്കടവും ഈശോ കാണുന്നുണ്ടെന്നേ. ഒരു കഥ പറയാട്ടോ. ഒരു മുത്തശ്ശി കുന്നിൻ മുകളിലാണ് താമസിക്കുന്നത്. മുത്തശ്ശിക്ക് വെള്ളം എടുക്കാനായി എന്നും അടിവാരത്തേക്ക് വരണം. മുത്തശ്ശി 2 കുടങ്ങളിലായി എന്നും വെള്ളം ചുമന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. മുത്തശ്ശിയുടെ കയ്യിലെ 2 കുടങ്ങളിൽ ഒന്ന് ചെറുതായി പൊട്ടലുള്ളതാണ്. മുത്തശ്ശി പൊട്ടലുള്ള കുടത്തിൽ വെള്ളം ചുമന്ന് മുകളിൽ ചെല്ലുമ്പോൾ അതിൽ കുറച്ചു വെള്ളമേ കാണൂ. ഇത് കണ്ട മറ്റേ കുടം കളിയാക്കി, നിനക്ക് നാണമില്ലേ? കൊണ്ടുപോകുന്ന മുത്തശ്ശിക്കോ ബോധമില്ല, നിനക്കെങ്കിലും ഒന്ന് പോകാതിരുന്നുകൂടെ? ഇതു കേട്ട കുടം അവിടെ ഇരുന്ന് വിഷമിച്ചു. പിറ്റേ ദിവസം മുത്തശ്ശി ചെന്നപ്പോൾ പൊട്ടിയ കുടം വിഷമിച്ചു പറഞ്ഞു, മുത്തശ്ശി പൊക്കോളൂ, ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടൊരു ഉപകാരവുമില്ല. മുത്തശ്ശി പൊട്ടിയ കുടത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. താഴ്വാരം മുതൽ കുന്നിൻ മുകൾ വരെ വിരിഞ്ഞു നിൽക്കുന്ന അനേകം പൂക്കളെ കാണിച്ചു കൊടുത്തു. മുത്തശ്ശി പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ടുപോരുമ്പോൾ പൊട്ടിയ കുടം 2 കൈയിലും മാറി മാറി പിടിക്കും. അതിൽ നിന്നും കിട്ടിയ വെള്ളം കൊണ്ടാണ് ഈ ചെടികൾ വലുതായതും പൂക്കൾ നിറയെ ഉണ്ടായതും. അതുകൊണ്ട് പൊട്ടിയ കുടത്തിനെ പോലെ ആർക്കും ഉപകാരമില്ലാത്തവർ ആണെന്നോ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിനക്ക് അവരുടെ പോലെയുള്ള കഴിവോ സാമർഥ്യമോ പണമോ ബുദ്ധിയോ ഇല്ലായിരിക്കാം. പക്ഷേ നിന്റെ ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നിന്റെ ഈശോ ചേർത്ത് പിടിക്കുമെന്ന്. നിന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നിലൂടെ നന്മകൾ സ്വീകരിച്ചവരെ കാണാൻ